സ്കൂളുകളിലെ സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബ് അടുത്ത അധ്യയന വർഷം മുതൽ ജൈവ വൈവിധ്യ സംരക്ഷണ ക്ലബ്ബ് എന്നാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വടക്കുംതല പനയന്നാർക്കാവ് SPPM ഹൈസ്കൂളിൽ SSLC പരീക്ഷാ വിജയികളെ അനുമോദിക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. SPC പോലെ പ്രാധാന്യം ജൈവ വൈവിധ്യ സംരക്ഷണ ക്ലബ്ബുകൾക്ക് ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ 1000-ലധികം സ്കൂളുകളിലാണ് സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. ഇതിൽ പലതും കാര്യമായി പ്രവർത്തിക്കുന്നില്ല. SPC പോലുള്ള പ്രാധാന്യം ഇതിനും ഉണ്ടാകും. പ്രകൃതി സംരക്ഷണം, പ്ലാസ്റ്റിക്കിന്റെ ദോഷം, മാലിന്യ സംസ്കരണം എന്നിവയുടെ അവബോധം കുട്ടികളിൽ വളർത്തുക എന്നതാണ് ജൈവ വൈവിധ്യ സംരക്ഷണ ക്ലബ്ബ് കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. വടക്കുംതല പനയന്നാർകാവ് സർദാർ വല്ലഭായ് പട്ടേൽ മെമ്മോറിയൽ ഹൈസ്കൂളിൽ SLC പരീക്ഷാ വിജയികളെ അനുമോദിക്കാനായി സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകൾ എന്ന് പറഞ്ഞ് നാമമാത്രമായി അല്ലെങ്കിൽ കാര്യമായി പ്രവർത്തിക്കുന്നില്ല. 1000-ൽ പരം സ്കൂളിലുണ്ട് സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബ്. ഞാൻ എൻ്റെ പേരെ മാറ്റിയിട്ട് ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിലേക്കുള്ള ക്ലബ്ബുകളാക്കി മാറ്റുകയും SPC പോലെ തന്നെ അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കേണ്ട അവബോധം വളർത്തുന്ന നിലയിലേക്കുള്ള ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. അടുത്ത അധ്യയന വർഷം മുതൽ നമുക്ക് പനയന്നാർകാവ് സ്കൂളിലടക്കം അത് ഫലപ്രദമായി വിനിയോഗിക്കുന്നതും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട, പ്ലാസ്റ്റിക്കിൻ്റെ ദോഷം അല്ലെങ്കിൽ നമ്മുടെ മാലിന്യം നമ്മൾ തന്നെ സംസ്കരിക്കേണ്ട എല്ലാ അവബോധവും കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കുക. അല്ലെങ്കിൽ എൻ്റെ നിങ്ങളുടെയും തലമുറയുടെ അടുത്ത് ഇനിയും പറഞ്ഞ് ഒന്നും നന്നാകാൻ പോകുന്നില്ല. നമ്മൾ ശീലിച്ച ഒരു രീതിയിൽ നിന്ന് മാറത്തില്ല. പക്ഷെ അടുത്ത തലമുറയെങ്കിലും അത് പഠിക്കണമെന്നുള്ള നിലയിലേക്ക് പദ്ധതി ആവിഷ്കരിക്കുകയാണ്. ഇവിടെ അവാർഡ് ജേതാക്കളായിട്ടുള്ളവരെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഞാൻ അവരുടെ മേഖലയിലേക്ക് കൂടുതൽ പറയാഞ്ഞത്, അവരെ എല്ലാം കഴിഞ്ഞ ദിവസം ഞാൻ ബേബി ജോൺ ഫൗണ്ടേഷൻ്റെ പേരിൽ അവർക്ക് അവാർഡ് കൊടുക്കുകയും അവിടെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരാമർശിച്ച് കഴിഞ്ഞതുകൊണ്ട് അവർ ആവർത്തനം വേണ്ട എന്നുള്ള നിലയിലേക്കാണ് അത് വീണ്ടും പറയാത്തത്. PTA പ്രസിഡന്റ് ES രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് V രാജീവ് പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം R അരുൺരാജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷമീർ പുതുക്കുളം, പന്മന ഗ്രാമപഞ്ചായത്ത് അംഗം നജിമ നവാസ്, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കൺവീനർ ഡോക്ടർ കാസിം കുഞ്ഞ, MPTA പ്രസിഡന്റ് ഹസീന നിസാർ, അധ്യാപകരായ PR സീജ, ജയചന്ദ്രൻ, TC ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. പ്രഥമാധ്യാപകൻ MA അബ്ദുൽ ഷുക്കൂർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ.